സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായി ചെന്നിത്തലയുടെ പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. ഒരു RSS സംഘപരിവാർ പ്രവർത്തകൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ, വാഴോട്ടുകോണത്ത് പ്രതിനിധാനം ചെയ്യുന്നവനാണ്. കാപ്പ കേസിലെ പ്രതിയാണ്. വധശ്രമത്തിന് ഇയാളുടെ പേരിൽ കേസുകളുണ്ട്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചയാളാണ്. അവനെ പിടിക്കാനായിട്ട് തെമ്മാടി റൗഡി, അവനെ പിടിക്കാൻ കേരള പോലീസ്, അതായത് വട്ടിയൂർക്കാവ് പോലീസിന്റെ നേതൃത്വത്തിൽ, അതായത് CIയും SIയും അടങ്ങുന്ന സംഘം പോയപ്പോൾ അവിടെ കുറെ തെമ്മാടികളുണ്ടല്ലോ. BJP-ക്കാരെന്ന് പറയുന്ന RSS-കാർ അവർ ആയുധ പരിശീലനം നടത്തി വലിയ ആളായിട്ട് നടക്കയില്ലേ. ഈ രാജ്യത്ത് എന്ത് നടക്കും? എങ്ങനെ ഞങ്ങളെ ആരും അറസ്റ്റ് ചെയ്യാൻ? ഞങ്ങളാണ് നിയമം, ഞങ്ങൾ പറയുന്നതാണ് നിയമം എന്ന് അവർ പറയും. CPM-കാരനെ, കോൺഗ്രസ്സുകാരനെ, മുസ്ലിം ലീഗുകാരനെ, RSP-കാരനെ, എല്ലാ CPI-കാരനെ ഒക്കെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ BJP-കാരനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് BJP-കാരൻ പറയുന്നത്. അപ്പൊ നിയമ സംവിധാനം ഇവിടെ ഇല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറ്റ റൗഡിയെ അറസ്റ്റ് ചെയ്താൻ പോയപ്പോ അവിടെയുള്ള കുറെ BJP-കാരും RSS-കാരും അവന്റെ ഭാര്യയും എല്ലാം കൂടെ എതിർക്കാണ്, അവരെ തടയാണ്, അവരെ ആക്രമിക്കുകയാണ്, അവരെ ചീത്ത വിളിക്കുകയാണ്. അപ്പോ പോലീസ് നിർബന്ധമായിട്ടും ഇതിന്റെ വീഡിയോ പകർത്തിയില്ലെങ്കിൽ ഈ RSS-കാരൻ സംഘപരിവാരം എന്ന് പറഞ്ഞാൽ എന്ത് ചെറ്റത്തരവും പറയും. അവർ പറയും പോലീസ് ആക്രമിച്ച് എന്നെ അവിടെ ചവിട്ടി, എന്നെ ഇവിടെ ചവിട്ടി, എന്റെ താലിമാല പറിച്ചോണ്ട് പോയി. അവനാണ് താലിമാല പറിക്കുന്നത്. ആര്? യവനൊക്കെ കള്ളന്മാരാണ്. ഈ RSS സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോടോ ഇവിടെയുള്ള നിയമങ്ങളോടോ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തതാണ്. അതൊന്നും അവർ പാലിക്കില്ല. അവരുടെ ഇഷ്ടം പോലെ നടക്കുന്ന റൗഡിത്തരങ്ങൾക്കെതിരെ എന്തായാലും രമേശ് ചെന്നിത്തലയുടെ പോലീസ് ചെയ്തത് വളരെയധികം എന്താണ് പറയുന്നത്, നന്ദി പ്രകാശിക്കുകയാണ് ജനങ്ങൾ. കാരണം ഇങ്ങനെയുള്ളവന്മാരെ വെറുതെ വിടാം. അവൻ ഒരുപാട് കേസിൽ പ്രതിയാണ്, അവനൊരു റൗഡിയാണ്, ഗുണ്ടയാണ്. അവിടെയുള്ള എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് പിന്നെ ആക്രമിക്കാൻ വരികയും അവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു ചെറ്റയാണ് അവൻ. അവനെ എന്തായാലും ശരി വീടിന്റെ പുറകുവശത്ത് നിന്നാണ് പിടിച്ചത്. അവൻ ആള് വീട്ടിനകത്തുണ്ട്, ഇല്ലാന്ന് പറയും അവര്. അപ്പൊ ഇലക്ട്രിസിറ്റി ബന്ധം വിച്ഛേദിച്ചിരുന്നു. അവിടെ ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. യവന്മാർ വളയും. അപ്പൊ ഇവര് എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങനെയുള്ള തെമ്മാടിക്കൂട്ടങ്ങളെ നിർബന്ധമായിട്ട്, അതായത് UP-യിലായിരുന്നു അവന്റെ വീട് ബുൾഡോസറിനൊന്ന് ഇടിച്ച് പൊളിച്ചു കളയുമായിരുന്നു. അപ്പൊ അവിടെ അത് നടക്കും. ഇവിടെ കേരളത്തിൽ അന്തസ്സും അഭിമാനമുള്ളവർ ഭരിക്കുന്നതുകൊണ്ടാണ് അവന്റെ വീട് പൊളിക്കാത്തത്. അല്ലെങ്കിൽ അവന്റെയൊക്കെ വീട് എന്ന് പറയുന്ന ബുൾഡോസറിനെ തന്നെ ഇടിച്ചു പൊളിക്കണം. അപ്പൊ ഈ തെമ്മാടിത്തരം കാണിക്കുന്ന RSS-കാരനായിരുന്നാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിരുന്നാലും ശരി, അവനെയെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ട് കഠിനമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ രാഷ്ട്രീയത്തിന്റെ പിൻബലം ഉണ്ടെന്നും പറഞ്ഞ് നാട്ടിൽ എന്ത് തെമ്മാടിത്തരം കാണിക്കാന്ന് പറയുന്ന ഒരു അഹങ്കാരം അവന്മാരുടെ മനസ്സിൽ ഇങ്ങനെ കുടിയേറിയിട്ടുണ്ട്. അത് ഇല്ലാതാക്കണം. എന്താ ഇപ്പൊ രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ശരി, നല്ലൊരു ആഭ്യന്തരമന്ത്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അവസാനം വരെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോണം. പിന്നെ CI വിപിനും SI അഭിജിത്തും ചെയ്തത് നല്ലൊരു കാര്യമാണ്. അവർക്ക് എന്തെങ്കിലും പ്രൊമോഷനുകൾ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ അഭിപ്രായം. എന്തായാലും പോലീസ് വീഡിയോ പകർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെണ്ണുങ്ങളുടെയും അവർ വന്ന് ഭീഷണിപ്പെടുത്തി തള്ളിക്കേറി അറസ്റ്റ് ചെയ്യും. പിന്നെ തള്ളിക്കേറാതെ വീട്ടിൽ വന്ന് എങ്ങനെ അറസ്റ്റ് ചെയ്യും? അവൻ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കൊടുത്ത അവനൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടല്ലോ. RSS-കാർ പൈസ ആവശ്യം പോലെ കൊടുക്കുമല്ലോ, കേന്ദ്രം ഭരിക്കുന്ന മോഡിയില്ലേ. അപ്പൊ പൈസയുണ്ട്. അപ്പൊ അവിടെ പോയി മുൻകൂർ ജാമ്യത്തിന് പോയിട്ട് ഹൈക്കോടതി വരെ ജാമ്യം നിഷേധിച്ചതാണ്. മുൻകൂർ ജാമ്യം കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അപ്പൊ അറസ്റ്റ് ചെയ്യാതെ. അപ്പൊ ഇവനൊക്കെ നിയമത്തിന് അതീതരാണ്. അപ്പൊ സാധാരണക്കാരനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. യവനെയൊക്കെ പോലുള്ള ചെറ്റുകളെ, റൗഡികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണ്ടേ. അപ്പൊ എന്തായാലും ചെയ്തത് അഭിനന്ദനാർഹമായ ഒരു പ്രവൃത്തിയാണ്. കേരള പോലീസിന് സല്യൂട്ടാണ്. ഇനിയും ഇങ്ങനെയുള്ള ചെറ്റുകളെ, റൗഡികളെ നിയമപരമായി തന്നെ നേരിടണം. യവനൊന്നും കൂടുതൽ അതായത് പബ്ലിസിറ്റി കൊടുക്കരുത്. ഇനിയിപ്പോ ജനം TV, മറ്റേ TV, ഈ കച്ചട മലൻ TV, ഷാജൻ സ്കറിയ വേണമെങ്കിൽ ഇപ്പൊ മാതൃഭൂമി പോലും അവനെ അനുകൂലിക്കുകയാണ്. അതായത് പെണ്ണുങ്ങളെ ചവിട്ടിന്ന്, ജണ്ടുകളെ ചവിട്ടി. എന്താ ഇത് വെള്ളരിക്കപ്പെട്ടണോ? പെണ്ണുങ്ങളെ എന്തിനു ചവിട്ടുന്നത്? പെണ്ണുങ്ങൾ വന്ന് ചീത്ത വിളിക്കുക, അത് ചെയ്യുന്ന വീഡിയോ അവർ പകർത്തിയിട്ടുണ്ട്. എന്തായാലും ശരി, ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഗുണ്ട തലവന്മാരെ, അതായത് ഇവർ എപ്പോഴും വടക്കേ ഇന്ത്യയിൽ നമുക്കറിയാം എത്രയെങ്കിലും കൊലപാതകങ്ങളുടെ പ്രതികളാണ് MLA-മാരും MP-മാരും ആവുന്നത്. അതുപോലെ കേരളത്തിലൊരു സംസ്കാരം ഉണ്ടാക്കാമെന്നാണ് ഈ BJP-ക്കാരും RSS-കാരും കരുതുന്നത്. അതിനെതിരെ
കേരളത്തിലെ സംസ്കാര സമ്പന്നരായ മതേതരവാദികളായ ജനാധിപത്യ വിശ്വാസികളായി ഒരുമിക്കണമെന്നും ഇങ്ങനെയുള്ള ചെറ്റകളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണമെന്നാണ് ഞാനും എന്നെ പോലുള്ളവരും അഭിപ്രായപ്പെടുന്നത്. അഭിനന്ദനാർഹമായ ഏതൊരു പ്രവൃത്തി ഏതൊരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യണം. രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമുക്കിവിടെ നിയമം നടത്തണം. കേരളത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇവിടെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ED പരിശോധനയ്ക്കാ വന്നപ്പോൾ അവിടെ കുറച്ച് ആളുകൾ തടിച്ചുകൂടി അവരെ ആക്രമിച്ചതൊന്നുമില്ലല്ലോ. അവർ പിന്നെ ED അല്ലേ വണ്ടിയല്ലേ ആക്രമിച്ചോളൂ, ആളുകളെ ഒന്നും ഉപദ്രവിച്ചില്ലല്ലോ. ഇത് SIയും CIയും ഒക്കെ അവർ ആക്രമിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ചെറ്റത്തിന് അവർക്ക് കാണിക്കാം? ഏതൊരു പ്രവൃത്തിയും അവർ ന്യായീകരിക്കും. അതിന് ഇനിയിപ്പോൾ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങും. പിന്നെ ഇന്ന് വൈകുന്നേരം മുതൽ ചാനലുകളിൽ ചർച്ച തുടങ്ങും. എവനെയൊന്നും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞു വരും. അതിലൊന്നും യാതൊരു കാര്യമല്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമം ഇവിടെ നടപ്പാക്കണം. അത് പിന്നെ BJP-കാരന് പ്രത്യേക ഒരു നിയമമൊന്നുമില്ല. ഇപ്പൊ പിണറായി വിജയൻ നേരത്തെ ചേർത്ത് പിടിച്ചിരുന്നു ഇവരെയൊക്കെ. അപ്പൊ ഈ കോർപ്പറേഷൻ തന്നെ, തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ അവർക്ക് ഭരണം കിട്ടാൻ കാരണം ഈ പിണറായി വിജയൻ ഒറ്റവരുത്തനാണ്. CPM-കാരൊന്നും ഇതിനെ അനുകൂലിച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ അവർക്ക് ഭൂരിപക്ഷമില്ലായിരുന്ന ആ കോർപ്പറേഷൻ ഏതെങ്കിലും ഒരു സ്വതന്ത്ര മേയറാക്കിക്കൊണ്ട് UDF-നും LDF-നും സപ്പോർട്ട് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. ഇനിയും സമയമുണ്ട്. ഇനിയെങ്കിലും അതിന് എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.